UPSC സിവിൽ സർവീസസ് എക്സാം പരിശീലന കാലഘട്ടം മറ്റ് ഗവൺമെൻറ് എക്സാംസ് കൂടി എഴുതുവാൻ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. സിവിൽ സർവീസ് പരിശീലനം വെച്ച് നമുക്ക് എഴുതാവുന്ന നിരവധി എക്സാംസ് ഉണ്ട്. ഒരുപക്ഷെ ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന അഡീഷണൽ ടോപ്പിക്സ് മാത്രം നമ്മൾ എക്സ്ട്രാ പ്രിപ്പയർ ചെയ്താൽ മതിയാകും. ഇന്ത്യയിൽ നിരവധി റെഗുലേറ്ററി ബോഡീസ് ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, IRDA, PFRDA, SEBI ഇങ്ങനെയുള്ള റെഗുലേറ്ററി ബോഡീസിൻ്റെ എക്സാംസ് വളരെ മികച്ച സാധ്യത ഒരു ആസ്പിരൻറ്റിന് നൽകുന്നുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗ്രേഡ് B എക്സാം തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 1,85,000 രൂപയോളം സ്റ്റാർട്ടിംഗ് സാലറി നമുക്ക് നേടിത്തരുന്ന ഒരു എക്സാമാണ്. മികച്ച ശമ്പളത്തിൽ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാം. ക്വാർട്ടേഴ്സ് അടക്കമുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉണ്ടാവും. നബാർഡിൽ ധാരാളം അവസരങ്ങൾ വരാറുണ്ട്. അതുപോലെ ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു തൊഴിൽ ദാതാവാണ്. 10 ലക്ഷത്തോളം ആളുകളാണ് ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നത്. റെയിൽവേയിൽ നിരവധി പോസ്റ്റുകളിലേക്കുള്ള ഓപ്പണിങ്സ് വരാറുണ്ട്. ഇൻ്റലിജൻസിൽ SI ആയിട്ടും അതുപോലെ റിസർച്ചിലും ധാരാളം തൊഴിലവസരങ്ങൾ വരാറുണ്ട്. പിന്നീട് നമുക്ക് സാധ്യതയുള്ള മറ്റൊരു ലോകം അത് KAS ആണ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് എക്സാം. ഡെപ്യൂട്ടി കളക്ടർ റാങ്കിൽ നമുക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അത് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുണ്ട്, ഹയർ സെക്കൻഡറി ലെവൽ എക്സാമുണ്ട്. രണ്ടും കൂടി ഏതാണ്ട് 8,000-ഓളം ഒഴിവുകളാണ് ഒരു വർഷം വരാറുള്ളത്. അപ്പോൾ അതും വലിയൊരു തൊഴിൽ സാധ്യതയാണ് നമ്മളുടെ മുമ്പിൽ തുറക്കുന്നത്. അപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ കാലഘട്ടത്തിൽ ഒരു എക്സാം മാത്രമേ എഴുതൂ എന്ന് വാശി പിടിക്കാതെ മറ്റ് എക്സാംസ് കൂടി എഴുതുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതിന് കാരണമാകും. അതുപോലെ ആംഡ് ഫോഴ്സസിലേക്കുള്ള അസിസ്റ്റൻറ്റ് കമാൻഡ് എക്സാം 7 വർഷം കൊണ്ട് IPS കൺഫർ ചെയ്ത് കിട്ടും. അതും വലിയൊരു സാധ്യത നമ്മളുടെ മുമ്പിൽ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നിരന്തരം നമ്മുടെ ചുറ്റുപാടുമുള്ള അവസരങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക. സ്വകാര്യ മേഖലയിലും ഒഴിവുകളുണ്ട്. വിവിധ എംബസീസ്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റുകൾ, മൈ ഗവൺമെൻറ് ആപ്പ്, അതുപോലെ നീതി ആയോഗ്, ഇവിടെയൊക്കെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒഴിവുകളും വരും. ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടെത്തി എക്സാമിന് ഒരുങ്ങാൻ ശ്രമിക്കുക. ഒപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഇത്തരം പേജുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടും വേക്കൻസീസിനെ കുറിച്ചുകൂടി നമുക്ക് നല്ലൊരു ധാരണ കിട്ടും. വിജയാശംസകൾ.